തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. അപ്പോൾ ഈശോ ആരാണ് പ്രിയപ്പെട്ടവരെ? തിരുമുഖത്തെ കുറിച്ച് ചിന്ത പറഞ്ഞുതരാം. ഈശോ ആരാണ്? ദൈവത്തിന്റെ പ്രതിരൂപമാണ്. ദൈവത്തിന്റെ ഈശോയുടെ ഛായ എന്ന് പറഞ്ഞാൽ ആരുടെ ഛായയാണ്? പിതാവായ ദൈവത്തിന്റെ ഛായയാണ് ഈശോയുടെ ഛായ. അപ്പോൾ ദിവ്യകാരുണ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട ഈശോയുടെ തിരുമുഖം ആരുടെ മുഖമാണ്? പിതാവായ ദൈവത്തിന്റെ മുഖമാണ്. കാരണം ഈശോയുടെ ഛായ എന്ന് പറയുന്നത്, ഈശോയുടെ മുഖം എന്ന് പറയുന്നത്, വചനം പറയുന്നു 2 കൊരിന്ത്യർ 4:4, ഈശോയുടെ മുഖം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ മുഖമാണ്. അങ്ങനെയെങ്കിൽ പിതാവായ ദൈവത്തിന്റെ മുഖവും പുത്രനായ ദൈവത്തിന്റെ മുഖവും ഒന്നാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ മുഖം മറ്റൊന്നാവുകയില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ദിവ്യകാരുണ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഈശോയുടെ തിരുമുഖമാണ് എന്നതുപോലെ ദിവ്യകാരുണ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടത് പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുമുഖമാണ് എന്ന് പറയുന്നതിൽ ദൈവശാസ്ത്രപരമായി തെറ്റില്ല, അല്ലെങ്കിൽ അതാണ് ശരി. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ തിരുമുഖമേ, തിരുവോസ്തിയിലെ തിരുമുഖമേ, ത്രിത്വത്തിന്റെ തിരുമുഖമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. യേശുവിന്റെ തിരുമുഖമേ, തിരുവോസ്തിയിലെ തിരുമുഖമേ, ത്രിത്വത്തിന്റെ തിരുമുഖമേ, ആരാധിച്ചു വണങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ തിരുമുഖമേ, തിരുവോസ്തിയിലെ തിരുമുഖമേ, ത്രിത്വത്തിന്റെ തിരുമുഖമേ, ആരാധിച്ചു വണങ്ങുന്നു. പടിയേ. യേശുവിന്റെ തിരുമുഖമേ, തിരുവോസ്തിയിലെ തിരുമുഖമേ, ത്രിത്വത്തിന്റെ തിരുമുഖമേ, ആരാധിച്ചു വണങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ തിരുമുഖം തിരുവോസ്തിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, ഞാൻ ജീവനോടെ കണ്ണുള്ളവനായി, കാതുള്ളവനായി, ഉൾമുടി ചൂടിയവനായി, നിന്നോട് കരുണ കാണിക്കുന്നവനായി, നിന്നെ സ്നേഹിക്കുന്നവനായി നിന്റെ കൂടെ ഉണ്ട്.